പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര ബന്ധമടക്കം വിച്ഛേദിച്ച് ഇന്ത്യ നിലപാട് കടുപ്പിക്കുമ്പോൾ അതിർത്തിയിൽ വീണ്ടും സംഘർഷം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ സൈനികാഭ്യാസം പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ ഉദ്ധംപൂർ മേഖലയിൽ 3 ഭീകരരെ സൈന്യം വളഞ്ഞതായും ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നുമാണ് റിപ്പോർട്ടുകൾ. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെട്ടു. നിലവിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. കറാച്ചി തീരത്ത് ഇന്നും നാളെയുമായി പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചു വരികയാണെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. അതിനിടെ പാകിസ്ഥാൻ സർക്കാരിന്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. പാകിസ്ഥാനെതിരെയുള്ള നടപടികളുടെ ഭാഗമായാണ് വിലക്ക്. പാക് മിസൈൽ പരീക്ഷണത്തിന് മറുപടിയുമായി ഇന്ത്യൻ നേവിയും സൈനികാഭ്യാസം നടത്തി. ഇന്ത്യയുടെ ഏറ്റവും വലിയ തദ്ദേശീയ മിസൈൽ വേധ പടക്കപ്പലായ INS സൂറത്ത് നടത്തിയ മിസൈൽ പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏത് വെല്ലുവിളികൾക്കെതിരെയും സുസജ്ജമാണെന്നും സൈനികാഭ്യാസം വിജയമെന്നും നേവി. അതേസമയം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി ഊർജിത തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. കുൽഗാമിലും താങ്മാർഗിലും വനമേഖലകളിൽ പരിശോധന ശക്തമാക്കി. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വനമേഖലകളിലെ തെരച്ചിലിന് സൈന്യം ഉപഗ്രഹ സഹായം തേടി. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. 6 പേരാണ് ഭീകര സംഘത്തിൽ ഉണ്ടായിരുന്നത്. ബൈസരൻ താഴ്വരയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ 3 സ്പോട്ടുകളിലേക്ക് 10 മിനിറ്റോളം വെടിയുതിർത്തു. പൈൻമരക്കാടുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഭീകരവാദികൾ സഞ്ചാരികളുടെ അടുത്തെത്തി പോയിന്റ് ബ്ലാങ്കിലാണ് എല്ലാവരെയും വെടിവെച്ചത്. എല്ലാ ഭീകരവാദികളും സൈനിക വേഷത്തിലായിരുന്നില്ല. ഭീകരവാദികളുടെ ശരീരത്തിൽ ക്യാമറ ഉണ്ടായിരുന്നതായും ദൃക്സാക്ഷികളുടെ മൊഴി അടിസ്ഥാനമാക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയതിന് പിന്നാലെ കോൺഗ്രസ് അടിയന്തര പ്രവർത്തക സമിതി യോഗം ചേർന്നിരുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ സർവകക്ഷി യോഗം ചേരണമെന്നും നിർദ്ദേശങ്ങൾ പരിഗണിച്ച് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതേസമയം സുരക്ഷാ വീഴ്ചയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്മതിച്ചു. കേന്ദ്ര സർക്കാർ സുരക്ഷാ വീഴ്ച പരിശോധിക്കും. CPIM-ഉം കോൺഗ്രസും നടത്തുന്നത് പ്രീണന പ്രകടനങ്ങളെന്നും രാജീവ്. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെൻറ് നോക്കും. 4 ടെററിസ്റ്റ് അവിടുന്ന് വന്നു. ഒരു 26 പാവം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഇന്നസെൻറ്റ് വിക്ടിംസ്, അവിടെ സഞ്ചാരിക്കാൻ പോകുന്ന കുടുംബത്തിന് കൂടെ പോയ ഇന്ത്യൻസിനെ മതം ചോദിച്ച് കൊല്ലുമ്പോൾ ഇവർ വാഡ്രയും സതീശൻജിയും ബേബിജിയും എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെന്തിനാണ് ചാടി തുള്ളി ഇറങ്ങുന്നത്? നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാക് പങ്ക് പകൽ പോലെ വെളിപ്പെടുകയാണ്. ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് താവളം ഒരുക്കുന്ന പാകിസ്ഥാനുമായുള്ള സകല നയതന്ത്ര ബന്ധവും വിച്ഛേദിച്ച് ഇന്ത്യയുടെ തിരിച്ചടി. പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടിക്കാൻ സിന്ധു നദീജല കരാറും ഇന്നലെ ഇന്ത്യ മരവിപ്പിച്ചു. പക്ഷേ പാകിസ്ഥാൻ അടങ്ങുന്നില്ല. ഇന്ത്യയുമായുള്ള എല്ലാ നയതന്ത്രങ്ങളും അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച പാകിസ്ഥാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഏക സമാധാന ഉടമ്പടിയായ ഷിംല കരാർ മരവിപ്പിച്ച് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. പാകിസ്ഥാന്റെ ധൈര്യമെന്ത് എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. നിർമ്മൽ എബ്രഹാം ചേരുന്നു നമുക്കൊപ്പം. നിർമ്മൽ, ഇത് തന്നെയാണ് ചോദ്യം. ഇത്രയും കടുത്ത നടപടികൾ ഇന്ത്യ സ്വീകരിക്കുന്നു. അതിനോട് ഒരുപക്ഷേ പാകിസ്ഥാൻ ഒരു നിശബ്ദത പുലർത്തും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ഷിംല കരാർ പോലും റദ്ദാക്കുന്ന നിലയിലേക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ന് നൽകുന്നത്. എന്താണ് അവർക്ക് പിന്നിലെ ശക്തി? എന്താണ് ധൈര്യം?
അല്ല, ഇതിനകത്ത് അവർക്ക് പിന്നിലെ ശക്തി എന്ന് കാണേണ്ടതില്ല. ഇപ്പം ഈ റെസിസ്റ്റൻസ് ആർമി TRF കൊണ്ട് തന്നെ ഇത് ചെയ്യിച്ചത് അവർ അംഗീകരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആവശ്യമില്ലാതെ ഇന്ത്യ ഞങ്ങൾക്കെതിരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടൈസ് അല്ലെ കട്ട് ചെയ്യുന്നു, സ്ട്രാറ്റജിക്കലി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അവർ തിരിച്ചടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കതിൽ പങ്കുണ്ടെന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ പങ്കില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. പതിവ് പോലെ ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ഇറാൻ്റെ സിറ്റുവേഷൻ പോലെ തന്നെയാണ് ഇവിടെ പാകിസ്ഥാൻ്റെ സിറ്റുവേഷൻ. അവിടെ മിഡിൽ ഈസ്റ്റിലെ അറ്റാക്കിന് വേണ്ടി ഹൂത്തീസിനെയും ഹെസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദിനെയൊക്കെ വളർത്തിയെടുക്കുന്ന ഇറാനെ പോലെ പാകിസ്ഥാൻ വർഷങ്ങളായിട്ട്, അതിന് പ്രൂഫ് സഹിതം നമുക്കറിയാം, വർഷങ്ങളായിട്ട് അൽ-ഖായിദയും ലഷ്കർ ഇ തായിബയും ജൈഷ് ഇ മുഹമ്മദിനെയും താലിബാനെയും ഒക്കെ വളർത്തുന്നുണ്ട്. അവരെ കൊണ്ട് US അഫ്ഗാനിൽ നിന്ന് പോരുന്നതിന് മുന്നേ അഫ്ഗാനിൽ അറ്റാക്ക് നടത്തുന്നതും കശ്മീരിൽ അറ്റാക്ക് നടത്തുന്നതും 2008 ബോംബെയിൽ അറ്റാക്ക് നടത്തിയതിന് വരെ തെളിവുകളുണ്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിന് ഒരു സേഫ് ഹേവനായിട്ട് പാകിസ്ഥാൻ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് തെളിവ്. പക്ഷേ അത് ഒഫീഷ്യലി അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ഒരു പ്രോക്സി ഏജൻസിയെ വെച്ച് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തത്. അതുകൊണ്ട് അവരുടെ വാദം ഇതാണ്, ഞങ്ങൾക്കിതിൽ പങ്കില്ല, ആവശ്യമില്ലാതെ അവിടെ റീജിയണലായിട്ട് നടന്ന ഒരു റെസിസ്റ്റൻസ് വിങ്ങിൻ്റെ അറ്റാക്കിൽ ഞങ്ങളുടെ തലയിൽ അടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങളോട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് വന്നാൽ ഞങ്ങൾ തിരിച്ചു അതേപോലെ പ്രതികരിക്കും എന്നുള്ളതാണ് അവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനകത്ത് നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരികെ വിളിക്കുന്നതും മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള വ്യാപാര ഇടപാടുകളൊക്കെ റദ്ദ് ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ ഏറ്റവും ആത്യന്തികമായി ഒരേ ഒരു സമാധാന ഉടമ്പടിയായിട്ടുള്ള ഒരു കരാറൊക്കെ മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം പ്രകോപനപരമല്ലേ? തീർച്ചയായിട്ടും ഇപ്പം ഇന്ത്യ ചെയ്തതിന് പ്രതികരണമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം ഇൻഡസ് വാട്ടർ കരാർ അവർ വേണ്ട എന്ന് വെക്കുമ്പം അവിടെ പാകിസ്ഥാനുണ്ടാകുന്ന വലിയ ഇംപ്ലിക്കേഷൻസാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള പാകിസ്ഥാനെയും ശ്രീലങ്കയുടെ എക്കണോമിക് കൊളാപ്സിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടന്നു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ എക്കണോമിക്കലി വളരെ വീക്കാണ്. അവിടെ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്, അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ആണ്, അവരുടെ കറൻസി വളരെ തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് ബാങ്കിന് തന്നെ ഈ വർഷം തന്നെ അവർക്ക് ഏകദേശം വേൾഡ് ഏജൻസീസ് $2,200 കോടി തിരിച്ചടക്കേണ്ടതുണ്ട്. അങ്ങനെ കടത്തിന്മേൽ കടത്തിൽ നിൽക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിച്ച് തരിക അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇൻഡസ് വാട്ടർ കരാർ ഇല്ലാതെ ആക്കുമ്പോൾ അവർ സഫർ ചെയ്യുന്നത് ഒരു രീതി മാത്രമല്ല, അതായത് വെള്ളത്തിൻ്റെ കുറവ് മാത്രമല്ല, അത് കൃഷിയെ ബാധിക്കും. കൃഷിയെ ബാധിച്ചാൽ ഫുഡ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യും. ഫുഡ് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുക, ജനറൽ ഇൻഫ്ലേഷൻ അവിടെ വീണ്ടും വർദ്ധിക്കും. അതുകൂടാതെ ഇപ്പോൾ ഓൾറെഡി അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ബ്ലാക്ക് ഔട്ട്സ്. അതായത് കറണ്ട് കട്ടുകൾ ഒരുപാടുണ്ടാകുന്നു, കറണ്ട് ഇല്ലാത്ത റീജിയൻസ് ഒരുപാട് കൂടുന്നു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈ വാട്ടർ കരാർ ഇല്ലാതാക്കി അവർക്കതൊരു വലിയ അടിയാണ്. സോ അതുകൊണ്ട് അവർ നാച്ചുറലി പ്രഷറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റ് രാജ്യങ്ങൾ വരില്ല. പക്ഷേ ഒരു ഡിസ്റ്റൻറ്റ് ഇതായിട്ട് കാണാവുന്ന വേണമെങ്കിൽ ചൈനയാണ്. കാരണം ചൈന ഈ കേസിൽ ഒരു പക്ഷേ അവർക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിലും ഇൻഡസ് വാട്ടർ കരാറിൽ ഇന്ത്യ തൊടുന്നു എന്ന് കാണുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി അല്ലെ സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യാൻ ചൈന ശ്രമിച്ചേക്കാം ഡൗൺ ദ ലൈൻ. പക്ഷേ ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ചൈനയും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപും ചൈനയും അല്ലെങ്കിൽ US ചൈനയും തമ്മിൽ നടക്കുന്ന ടാരിഫ് വാറും JD വാൻസിൻ്റെ റീസെൻറ്റ് വിസിറ്റും ഒക്കെ അമേരിക്കയും ഇന്ത്യയായിട്ടുള്ള ടൈസ് യൂഷ്വലി സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ ഹിസ്റ്ററി പരിശോധിച്ചറിയാം, പാകിസ്ഥാനുമായിട്ടുണ്ടായ എല്ലാ യുദ്ധങ്ങളും എടുത്തു നോക്കിയാലും ഒരൊറ്റ യുദ്ധം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പാകിസ്ഥാനെ US സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ യുദ്ധം എന്ന് പറയുന്നത് 1962 to 65 ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു. ആ സമയത്ത് ചൈന ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രം ഇന്ത്യയെ US സപ്പോർട്ട് ചെയ്തു. ഇത്തവണയും ചൈനയും US-ഉമായിട്ടൊരു വാർ നടക്കുന്ന സ്ഥിതിക്ക്, ട്രേഡ് വാർ നടക്കുന്ന സ്ഥിതിക്ക് പാകിസ്ഥാനെ ചൈന സപ്പോർട്ട് ചെയ്യാൻ തുനിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ അമേരിക്ക പതിവിന് വിപരീതമായ നമ്മുടെ സപ്പോർട്ടിന് എത്തിയേക്കാം. പക്ഷേ അത്രയും ഒരു സ്റ്റേജിലോട്ട് പോകാതിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റീജിയണലി ഇപ്പോൾ തൽക്കാലത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ് ആയിരിക്കും അവർ കൂടുതലും ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഡീലുകൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിംല കരാറൊക്കെ മരവിപ്പിക്കുക എന്ന് പറയുമ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ, ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരു യുദ്ധകാഹളം തന്നെയല്ലേ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അല്ല, രണ്ട് കാര്യം. സിംല കരാർ റദ്ദാക്കുമ്പോൾ അവിടെ ഒന്ന് സംഭവിക്കുന്നത്, സിംല കരാറിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇത് ബൈലാറ്ററൽ ഇത് അഗ്രിമെൻ്റ് ആയിരുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ഇൻവോൾവ് ആയിരുന്നുണ്ടെങ്കിൽ ഇതിനെ അത് എലിവേറ്റ് ചെയ്ത് മറ്റ് രാജ്യങ്ങളുടെ കൂടെ ഇൻവോൾവ്മെൻറ്റ് വരുത്താൻ സാധിക്കും. ലൈൻ ഓഫ് കൺട്രോളും സീസ് ഫയറും ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രശ്നങ്ങൾ കശ്മീരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം പാകിസ്ഥാൻ ശ്രമിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് എക്കണോമിക്കലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജനങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റ് നേരിടുന്നു.
ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊരു ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, കശ്മീർ വിഷയത്തെ വീണ്ടും പൊക്കിക്കൊണ്ട് വരിക ഈ ഒരു കോണ്ടെക്സ്റ്റ് അതൊരിക്കലും പാകിസ്ഥാന് ഡയറക്റ്റ്ലി പറ്റില്ല. അവരിപ്പോൾ ശ്രമിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ആളുകൾ അവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. അവർ കശ്മീർ ഫ്രീ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന അട്രോസിറ്റീസിനെതിരെ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള വാദമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. സോ അതുകൊണ്ട് പാകിസ്ഥാൻ ഇവിടെ ശ്രമിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ സഫർ ചെയ്യുന്ന എക്കണോമിക് ക്രൈസിസിൽ നിന്നും ജനങ്ങളുടെ രോഷവും ഉള്ളിലുള്ള രോഷവും അവർ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് കശ്മീർ വിഷയം ലോകതലത്തിൽ വീണ്ടും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടുമാണ് പാകിസ്ഥാൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇന്ത്യയുമായിട്ട് മറ്റൊരു തരത്തിലും അവർക്ക് ഈ ഒരു കമ്പാരിസൺ ഇല്ല. കാരണം എക്കണോമിക്കലി ഇന്ത്യ 2019 വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ സ്ട്രോങ് ആണ്, മിലിറ്ററിലി സ്ട്രോങ് ആണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷത്തിൽ അവർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററിലി ആണെങ്കിലും ലോക സ്റ്റേജിലാണെങ്കിലും അവർക്കുള്ള സപ്പോർട്ട് ഒത്തിരി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഒരു എന്താ പറയുക, ഡിപ്ലോമാറ്റിക് രീതിയിൽ ഇത് ഡീൽ ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുള്ളൂ. ഒരിക്കലും ഒരു അറ്റാക്കിൽ ഈ രണ്ട് ഉടമ്പടികളെ സംബന്ധിച്ചും ഈ ഉടമ്പടികളിൽ നിന്ന് ഏകപക്ഷീയമായി അത് സിന്ധു ജല കരാറാണെങ്കിൽ തന്നെയും ഇത് നമുക്ക് ഈ ഉടമ്പടികളിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യക്കാണെങ്കിലും അങ്ങനെ ഏകപക്ഷീയമായി ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാനാണെങ്കിലും അങ്ങനെ ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റുമോ? കാരണം ഇതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കരാറാണ്. ഏകപക്ഷീയമായിട്ട് പിന്മാറുന്നതിന് യാതൊരു പ്രശ്നവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് UN-ൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബൈലാട്രൽ എന്നുള്ള ബേസ് മാറി ഇത് മൾട്ടിലാട്രൽ ആവുകയാണ്. അപ്പോൾ അവിടെ ഒരുപക്ഷെ US-ഉം UN-ഉം ഒക്കെ ഇടപെടാനുള്ളൊരു സാഹചര്യം മുന്നോട്ട് വന്നേക്കാം പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പതിവിന് വിപരീതമായി US നമ്മുടെ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത രീതിയിൽ ഇന്ത്യക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം. വേറൊരു നിരാശാജനകമായ കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. രണ്ട് മീഡിയയും, ഇൻ്റർനാഷണൽ മീഡിയ ഒരു വശത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത് ഇത് സാധാരണ ഒരു മിലിറ്റൻ്റ് അറ്റാക്ക് ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നു, ടെററിസ്റ്റ് അറ്റാക്ക് എന്ന് വിളിക്കാതെ. അതേസമയം നോർത്ത് ഇന്ത്യൻ മീഡിയ ഇതിനെ ഒരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. രണ്ടും ഇന്ത്യക്ക് നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന മറ്റൊരു ആംഗിള്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നേരത്തെ പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ടുണ്ട്. അമേരിക്കയുടെ സപ്പോർട്ട് ഒരുപക്ഷെ കിട്ടിയേക്കാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അത് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ വരാം. നന്ദി നിർമ്മല എബ്രഹാം ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം ചർച്ചയ്ക്ക് എത്തിയതിന്.